ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഏകദേശം ഒരു മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ഇടുകയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കോണ്ടൻ്റ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. റൂം ആകെ മൊത്തത്തിൽ ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്ലീൻ ചെയ്യാന്നുള്ളത്. ലൈഫിൽ എപ്പോഴും നമുക്കൊരു മാറ്റം ആവശ്യമാണ്. അപ്പം അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലീനിങ് ചെയ്യുന്നത്. മനസ്സിലിങ്ങനെ സങ്കടത്തിൻ്റെ തിരമാലകൾ ഇങ്ങനെ അലയടിക്കുമ്പോൾ, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിലെ സങ്കടങ്ങളും സംഘർഷങ്ങളും എല്ലാം നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ റൂം ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റൂം മേക്ക് ഓവർ ചെയ്യുമ്പോൾ. എൻ്റെ റൂം അങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, അത്രയ്ക്കും എസ്തെറ്റിക് ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു റൂമൊന്നും അല്ല എൻ്റെത്. അപ്പോൾ എൻ്റെ ഉള്ള റൂം, എൻ്റെ സ്റ്റഡി ടേബിൾ ഒന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് അറേഞ്ച് ചെയ്തിടാമെന്ന് ഞാൻ വിചാരിച്ചു. എപ്പോഴും ഇരുട്ടിലായിരുന്നു എൻ്റെ ജീവിതം, ഇപ്പോഴും ഇരുട്ടിലാണ്. അത് വളരെ ശക്തിയെടുത്ത് ഞാനത് വെളിച്ചത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇവളെന്താ പറയുന്നത് എനിക്ക് തോന്നും. ഇപ്പോഴത്തെ ഈ ഒരു 3 വർഷത്തെ ജീവിതം അങ്ങനെയാണ്. ഇരുട്ടിൽ നിന്നുകൊണ്ടുള്ളൊരു ജീവിതമാണ് എൻ്റെത്. ഞാനിങ്ങനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറച്ച് വെളിച്ചത്തിൽ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജനാലിൻ്റെ സൈഡിലോട്ട് എൻ്റെ ടേബിൾ മാറ്റിയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുത്തുമ്പോൾ അത് നമ്മുടെ മാനസികാവസ്ഥയെ അത് വലിയ രീതിയിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടായിരിക്കും, ചിലപ്പോൾ അത് പോസിറ്റീവായിട്ടായിരിക്കും. അങ്ങനെ ഫിലോസഫിയും തത്വവും പറച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചില സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നൊരു കവിയോ അല്ലെങ്കിൽ ഒരു കഥാകൃത്തോ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയോ ഉണരുന്ന പോലെ നമുക്ക് തോന്നും. അതായത് നമുക്ക് ഏറ്റവും സങ്കടം വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് നമ്മൾ ഇതുവരെ കാണാത്ത വാക്കുകളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക, ഭയങ്കര സാഹിത്യപരമായിട്ട് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവർക്ക് എന്താ പറ്റിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അപ്പോൾ എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു വിശ്വസിക്കുന്നു. ഇനി നെഗറ്റീവ് പറയാനായിട്ട് വരണ്ട കമൻറ്റ് ബോക്സിൽ. പഠിക്കേണ്ട സമയത്ത് എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നതെന്നുള്ളത് ജസ്റ്റ് ഒരു മൈൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരു അന്വേഷണം. എൻ്റെ ചാനൽ ഇവിടെ തന്നെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അറിയിപ്പ്, അത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം, ഡെയിലി വീഡിയോ ഇടണം എന്നെല്ലാം ഇങ്ങനെ വിചാരിച്ച് നിൽക്കും. പക്ഷേ പഠിത്തത്തിൻ്റെ ഇടയിൽ ഇതൊന്നും നടക്കില്ല. അല്ലെങ്കിലും വീഡിയോ ഇട്ടാലും വ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം യൂട്യൂബിൽ വന്നിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് തുണി അഴിച്ച് അവിടെ ഇവിടെയും പൊക്കി കുറച്ചൊന്ന് എക്സ്പോസ് ചെയ്ത് കാണിച്ചവർക്ക് മാത്രമേ വ്യൂസും ഇതൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഒരു പബ്ലിക് ഫിഗർ, അല്ലെങ്കിൽ നമ്മൾ അത്രയും എക്സ്പോസ്ഡ് ആയിരിക്കണം. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. നമുക്ക് അല്ലാത്ത രീതിയിലുള്ള ഇതൊന്നും ചെയ്യാനും പറ്റില്ല. അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ വ്യൂസും ഇല്ല, സപ്പോർട്ടും ഇല്ല. അപ്പോൾ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് കരയാനും പറ്റുന്നില്ല, ആരോടും സംസാരിക്കാനും പറ്റുന്നില്ല, ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല. അതായത് ലൈഫിൽ ഒറ്റക്കാണ്. എനിക്ക് തോന്നുന്നു ഇനി എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ വന്നു കഴിഞ്ഞു. കാരണം ഈ 3 വർഷം ഞാൻ കടന്നുപോയ മാനസികാവസ്ഥ, ബുദ്ധിമുട്ട്, ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇനി എന്നെ എവിടെ കൊണ്ടിട്ടാലും ഞാൻ സർവൈവ് ചെയ്യും. അതായത് ഒരു ബിഗ് ബോസ് ഹൗസ് പോലെ ആയിരുന്നു എനിക്ക്. ഞാൻ ഈ 4 ചുമരുകൾക്കുള്ളിൽ ഇങ്ങനെ ഈ 3 വർഷം കടന്നു പോയത്. ഇപ്പോൾ 3ാമത്തെ വർഷം കടന്നു പോകാൻ വേണ്ടി പോകുന്നു. രക്ഷപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും രക്ഷപ്പെടണം. നിങ്ങളും ഞാനും ഈ വർഷം തന്നെ നമ്മളെല്ലാവരും നീറ്റ് ക്രാക്ക് ചെയ്യുന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ആരും തളരണ്ട. നിങ്ങളെ കുറ്റപ്പെടുത്താനും നിങ്ങളെ ചിലപ്പോൾ സ്വന്തം നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് വരും. അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. മറ്റൊന്നും മൈൻഡ് ചെയ്യരുത്. ആര് പറയുന്നതും മൈൻഡ് ആക്കാണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോവുക. പഠിത്തത്തിൽ മാത്രം ഇപ്പം ഫോക്കസ് ചെയ്യുക. ഇതെല്ലാം ഞാൻ എന്നോട് കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പറ്റുന്നവർ ഇതൊക്കെ ഈ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹമൊക്കെ നടക്കും, എൻ്റെയും. അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഒരിക്കലും പിന്നോട്ട് നോക്കാനേ പാടില്ല, മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്ത സ്റ്റഡി വ്ലോഗായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.